ഹലോ കൂട്ടുകാരെ, നമ്മൾ കഴിഞ്ഞ ദിവസം മുരിങ്ങക്ക വിളവെടുത്തില്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ആ മുരിങ്ങക്ക വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. ചെമ്മീനും മുരിങ്ങക്കയും കൂടി ഉള്ളൊരു കറി നമ്മൾ ഇന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സാധനങ്ങളാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ചെമ്മീൻ, പിന്നെ മുരിങ്ങക്ക ഉണ്ട്. പിന്നെ നമ്മളിന്ന് മീൻ കറി ഒരു ചെറിയ എളുപ്പ രീതിയിലുള്ളൊരു മീൻ കറി വെക്കാൻ പോകുന്നുണ്ട്. ചിലവ് കുറച്ചിട്ട് അതിന് മീൻ പരിചയപ്പെടുത്താം. ഇത് പൂളോനാണ്. ആദ്യം കാണിച്ചത് വറ്റയാണ്. ഇത് പ്രാഞ്ഞീനാണ്. ഇത് മണങ്ങാണ്. ഇപ്പോൾ നമ്മൾ എളുപ്പ രീതിയിൽ എങ്ങനെയാണ് ചിലവ് കുറച്ചിട്ടൊരു മീൻകറി വെക്കാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അത് നമ്മളുടെ തലേ ദിവസത്തെ മീൻകറിയുടെ ചാറാണിത്. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ നമുക്ക് തേങ്ങക്കും വെളിച്ചെണ്ണക്കും ഒക്കെ ഭയങ്കര വിലയുള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചിലവ് കുറച്ചിട്ട് എങ്ങനെ മീൻകറി വെക്കാം. അപ്പോൾ നമ്മുടെ തലേ ദിവസത്തെ ഗ്രേവി നമ്മൾ കളയാതെ വെച്ചിരുന്നാൽ അതിൻ്റെ അകത്തോട്ട് ഈ മീനിട്ടിട്ട് നമ്മളൊന്ന് തിളച്ച് കഴിയുമ്പോൾ സിമ്മിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് നല്ലൊരു മീൻകറിയാവും. തേങ്ങയും വെളിച്ചെണ്ണയും പുളിയെല്ലാം നമുക്ക് ലാഭിക്കാം. അതിലൊന്നും ചേർക്കണ്ട. അപ്പോൾ നിങ്ങളും ഒന്ന് വെച്ച് നോക്ക്. ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മൾക്ക് കമൻറ്റ് ചെയ്യണം. എളുപ്പ രീതിയിലുള്ളൊരു മീൻകറിയാണിത്. നിങ്ങളുടെ നാട്ടിൽ ഈ മീന് എന്താ പേര് പറയുന്നത് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് കായൽ മീനാണ്. ഞങ്ങളുടെ അടുത്തുള്ള കായലിൽ നിന്ന് പിടിച്ച മീനാണ്. ഈ മീനൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. മീനും ചെമ്മീനൊക്കെ. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത പ്രാവശ്യം ഇടാം. എങ്ങനെയാണ് ഫ്രീ ആയിട്ട് കിട്ടിയെന്നുള്ള ഇത് കാണിച്ചു തരാം. ഓക്കെ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.